തൃശൂരിൽ വെടിക്കെട്ട് പുരകത്തി ദുരന്തമുണ്ടായി നിരവധി മനുഷ്യജീവനുകൾ പൊലിഞ്ഞ സാഹചര്യത്തിൽ പൊതുസമൂഹവും സർക്കാരും ഉണർന്ന് പ്രവർത്തിച്ച് മനുഷ്യജീവന് ഭീഷണിയാകുന്ന രീതിയിലുള്ള വെടിക്കെട്ടും ആഘോഷങ്ങളും ഒഴിവാക്കാൻ തയ്യാറാകണമെന്ന് സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പൊതുസമൂഹവും സർക്കാരും ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഈ സൂചിപ്പിക്കുവാനുള്ളത്. സത്യത്തിൽ അപകടമാം വിധം അല്ലെങ്കിൽ ആളുകളുടെ ജീവന് ഹാനിയാകുന്ന തരത്തിലുള്ള ആഘോഷങ്ങളും അല്ലെങ്കിൽ ആ പരിപാടികളൊക്കെ അവസാനിപ്പിക്കുവാൻ ഇനിയെങ്കിലും കർശനമായ നിയമം ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, 10 വർഷം മുമ്പ് കൊല്ലം പറവൂരിൽ ഭീകരമായ വെടിക്കെട്ട് അപകടത്തിൽ 110 ആളുകൾ മരിച്ചു. അതുപോലെ എത്രയോ അപകടങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ പൊതുസമൂഹവും ഗവൺമെന്റും ഇത് അനങ്ങാതിരിക്കുന്നത് ശരിയല്ല. അടിയന്തരമായി ഈ വെടിക്കെട്ട് അല്ലെങ്കിൽ അപകടകരമായ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. ക്ഷേത്ര മൈതാനിൽ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചു എന്നതിന്റെ പേരിൽ ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല നടത്തിയ പ്രതികരണത്തെ കേരള സമൂഹം പുച്ഛിച്ചു തള്ളുമെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. ഇത് കേരളമാണ്. കേരളത്തിൽ ഈ വർഗീയത വിലപ്പോകില്ല എന്ന് പറയാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇത്തരത്തിൽ പള്ളികളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ ഭക്തിഗാനം പാടിയാൽ അതിനെ പ്രോത്സാഹിപ്പിക്കും. ഞാനൊക്കെ ഓർക്കുന്നു, ഞങ്ങളുടെയൊക്കെ പള്ളികളിൽ പലപ്പോഴും ഗാനമേള നടക്കുമ്പോൾ ഞങ്ങളൊക്കെ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് പാട്ട് പാടണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ട് പാടിക്കുന്ന ഒരു സാഹചര്യം പാടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ അമ്പലത്തിന്റെ മുമ്പിൽ ഒരു ക്രൈസ്തവ ഭക്തിഗാനം പാടിയതുകൊണ്ടോ അല്ലെങ്കിൽ പള്ളിയുടെ മുമ്പിൽ പള്ളിയുടെ കോമ്പൗണ്ടിൽ ഒരു ഹൈന്ദവ ഭക്തിഗാനം പാടിയതുകൊണ്ടോ ഇവിടെ ഒന്നും നശിക്കാൻ പോകുന്നില്ല. ഇത് തനി വർഗീയതയാണ്. ഈ വർഗീയതയ്ക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ ജനാധിപത്യ വിശ്വാസം ഒറ്റക്കെട്ടായി പോരാടണമെന്നും ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. ഇത്തരം കാര്യങ്ങളെ മതമൈത്രി ആഗ്രഹിക്കുന്ന ആളുകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്നും സജി അഭിപ്രായപ്പെട്ടു.